ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇന്ന് വീഡിയോയിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ആർക്കും പറയാവുന്നതും നിത്യജീവിതത്തിൽ പതിവായി ഉപയോഗിക്കുന്നതുമായ 15 ഷോർട്ട് സെൻറ്റൻസസ് ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്പർ 1 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹൗ ഡിസ്ഗസ്റ്റിംഗ്. ഇത് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ആരെങ്കിലും നമ്മളോടൊരു അൺപ്ലസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് നമ്മളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടെങ്കിലെല്ലാം ഇങ്ങനെ പറയാം, ഹൗ ഡിസ്ഗസ്റ്റിംഗ്. ഹൗ ഡിസ്ഗസ്റ്റിംഗ്. പ്ലീസ് റിപ്പീറ്റ്, ഹൗ ഡിസ്ഗസ്റ്റിംഗ്. നമ്പർ 2 ഇൻ അവർ ലിസ്റ്റ് ഇസ് ബി അറ്റൻറ്റീവ്. ഈ സെൻറ്റൻസ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തി നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനായി നമുക്കിങ്ങനെ പറയാം, ബി അറ്റൻറ്റീവ്. ഞാൻ പറയുന്നതിൽ ശ്രദ്ധയുണ്ടാവണം. ബി അറ്റൻറ്റീവ്. നമ്പർ 3 ഇൻ അവർ ലിസ്റ്റ് ഇസ് സെൻഡ് സംവൺ. ആരെങ്കിലും അയക്കൂ. സെൻഡ് സംവൺ. പ്ലീസ് റിപ്പീറ്റ്, സെൻഡ് സംവൺ. ആരെയെങ്കിലും അയക്കൂ. നമ്പർ 4 ഇൻ അവർ ലിസ്റ്റ് ഇസ് നോട്ട് ദാറ്റ്, മീനിങ് അതല്ല എന്നതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളുമായിട്ടോ ഒരു വിയോജിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, നോട്ട് ദാറ്റ്, അതല്ല. നമ്പർ 5 ഇൻ അവർ ലിസ്റ്റ് ഇസ് വാച്ച് ഔട്ട്, ബി കെയർഫുൾ എന്നർത്ഥമാണ് വാച്ച് ഔട്ട്, സൂക്ഷിക്കുക. വാച്ച് ഔട്ട്. നമ്പർ 6 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഐ ക്വിറ്റ്. ഞാൻ ഇനി തർക്കിക്കാനില്ല, ഇതിന്ന് പിന്മാറുകയാണ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാം, ഐ ക്വിറ്റ്. I quit. Number 7 in our list is taste it. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്ന് രുചിച്ചു നോക്കൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ ടേസ്റ്റ് ഇറ്റ്, ഇതൊന്ന് രുചിച്ചു നോക്കൂ, ടേസ്റ്റ് ഇറ്റ് എന്ന് പറയാം. നമ്പർ 8 in our list is want more. ഭക്ഷണം കുറച്ച് കൂടുതൽ രുചിയുള്ളതാണെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന്, അല്ലേ? ഇങ്ങനെ പറയാം, want more. ഇനിയും വേണം അല്ലെങ്കിൽ കൂടുതൽ വേണം എന്നർത്ഥമാണ് want more. നമ്പർ 9 ഇൻ അവർ ലിസ്റ്റ് ഇസ് റിമൈൻഡ് മീ. എന്നെ ഓർമ്മിപ്പിക്കൂ. റിമൈൻഡ് മീ. റിമൈൻഡ് മീ, എന്നെ ഓർമ്മിപ്പിക്കൂ. നമ്പർ 10 ഇൻ അവർ ലിസ്റ്റ് ഇസ് ബിഫോർ ദാറ്റ്. അതിനു മുമ്പ്. ബിഫോർ ദാറ്റ്. ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ബിഫോർ ദാറ്റ്. നമ്പർ 11 ഇൻ യുവർ ലിസ്റ്റ് ഇസ് ഡോണ്ട് പോസ്റ്റ്പോൺ. ഒരു കാര്യം നീട്ടിവെക്കരുത് എന്ന് പറയാനായി ഡോണ്ട് പോസ്റ്റ്പോൺ ഉപയോഗിക്കാം. ഡോണ്ട് പോസ്റ്റ്പോൺ, നീട്ടിവെക്കരുത്, ഡോണ്ട് പോസ്റ്റ്പോൺ. നമ്പർ 12 ഇൻ യുവർ ലിസ്റ്റ് ഇസ് ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കണം. ഫോർഗീവ് മീ. ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് എന്ന് പറയാനായി ഐ അപ്പോളജൈസ്. നമ്പർ 13 in our list is I apologize. I apologize. Number 14 in our list is grow up. കുറച്ച് മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഗ്രോ അപ്പ് എന്ന് പറയാം. ഗ്രോ അപ്പ്. The last and final one is as usual. പതിവ് പോലെ, ഒരു സ്പെഷ്യലുമില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇങ്ങനെ പറയാം, ആസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.